ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എടുക്കണ്ട. 3 മീറ്റർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം ടു ലാർജ് സൈസിനൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് തുണി നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം എനിക്കൊരു ഷോൾഡർ വരുന്നത് ഒരു 13 ഇഞ്ചാണ് വരുന്നത്. കൈക്കുഴി നമ്മൾ അതുപോലെ 13 ഇഞ്ച് വരുമ്പോൾ നമ്മൾ 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ആലിയ കട്ടിന് ഒരുപാട് ലെങ്ത്തിൽ യോക്ക് പോർഷൻ കൊടുക്കുന്നില്ല. കുറച്ചൊരു ചെസ്റ്റ് ഭാഗത്ത് നിന്ന് കുറച്ച് മേലോട്ടായിട്ടുള്ള രീതിയിലാണ് ഫ്രിൽസ് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമ്മൾ ആം ഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു 45 ഇഞ്ച് ലെങ്ത്തിൽ അത് ചെയ്യുന്നത്. ഫുൾ സ്ലീവ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് 3 മീറ്റർ മെറ്റീരിയൽ ധാരാളമാണ്. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ വരുന്നത് ഫ്രിൽസ് ഇട്ടിട്ടല്ല, നോർമൽ എയർലൈൻ കട്ടിൻ്റെ മെറ്റീരിയൽ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് പോർഷൻ നമ്മൾ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുക. എനിക്ക് 38 ആണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മേലെന്ന് താഴോട്ട് നമ്മൾ 12 ഇഞ്ചിലാണ് നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു 13 ഇഞ്ച് എടുക്കുന്നുണ്ട്. മേലോട്ടും താഴോട്ടും 1/2 ഇഞ്ച് തുമ്പ് പോയിട്ട് നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്ത് നമ്മുടെ വണ്ണം വരുന്നത് 39 ആണ്. അപ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ 39ൻ്റെ നല്ലൊരു ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്തി നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ആലിയ കട്ട് എന്ന് പറയുമ്പോൾ മേലോട്ടൊരു വി ഷേപ്പിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 12 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 9 ഇഞ്ച്, അതായത് 9 ഇഞ്ച് മേലോട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് കൊടുക്കുന്നത്. 9 എന്ന് പറയുമ്പോൾ 3 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മുടെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തയ്യൽ തുമ്പൊക്കെ ഇട്ടൊന്ന് വരച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒരു 3 ഇഞ്ച് മേലോട്ട് നമ്മളിതുപോലെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഒരു 9 ഇഞ്ച് ലെങ്ത്തും യോക്ക് പോർഷനിൽ വരും. മറ്റ് 2 സൈഡിലോട്ടൊക്കെ ഒരു 12 ഇഞ്ച് വരും. ആ രീതിയിലാണ് വരിക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീനക്കാണ് ഇതിന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ മെയിൻ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു സ്ലോപ്പ് പോലെ വരച്ചിട്ടില്ലേ, അത് പിന്നെ സെപ്പറേറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ഇതാണ് പറയുന്നത്, മെത്തേഡാണ് പറയുന്നത്. ലൈനിങ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണിത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ യോക്ക് പോർഷൻ വരിക. ഇനി യോക്ക് പോർഷൻ വെച്ചിട്ട് നമുക്ക് ബാക്ക് ഭാഗം ഒന്ന് ഇങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ എയർലൈൻ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആ വണ്ണത്തിൻ്റെ ഇങ്ങനെ ആം ഹോളിൻ്റെയും അതുപോലെ നമ്മുടെ വണ്ണത്തിൻ്റെ ആ ഷേപ്പൊക്കെ ഒന്ന് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മളതൊന്ന് വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ബാക്കിലെ പോർഷനിൽ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കൈക്കുഴി ഒന്ന് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒന്ന് കുഴിച്ചു വെട്ടി കൊടുത്താൽ മതി. ബാക്കി ബാക്ക് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതുപോലെ നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ മുന്നേ ഇതിൻ്റെ വീഡിയോയുടെ മുന്നേ നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഫ്രിൽസ് ഇടാൻ വേണ്ട ഒരു പോർഷൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതിന് ഈ ഫ്രിൽസ് ഇടുന്ന ടൈമിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷൻ നമുക്ക് 45 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മളൊരു 47 ഇഞ്ച് തുമ്പ് അടക്കം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. താഴ്ഭാഗം ഒരു 2.5-3 ഇഞ്ചോ മേലോട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എയർലൈൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് പ്രില്ലിടാനുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് എത്ര വേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു കർവ് ഷേപ്പിൽ ഒരു 2.5 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. മുന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ എയർലൈൻ കട്ടിൻ്റെ കുർത്തിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പോൾ 9 ഇഞ്ചല്ലേ നമുക്ക് ഇത് വന്നിട്ടുള്ള ലെങ്ത്ത് വന്നിട്ടുള്ളത്, അതായത് സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് മൊത്തം വേണ്ട ലെങ്ത്ത് നിന്ന് ഈ 9 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി ആ മെറ്റീരിയൽ നമ്മൾ ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് കൂട്ടിയെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? ഇപ്പം 44 ഇഞ്ചാണെങ്കിൽ അതിൽ നിന്ന് 9 പോയിട്ടുണ്ടെങ്കിൽ ഒരു 35 ഇഞ്ച്
35 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് പ്രില്ലിടാനുള്ള മെറ്റീരിയൽ വേണം. അപ്പോൾ അത് കൂടെ ഒരു 3 ഇഞ്ച് അതിന് മതി. 3 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് വേണം ഒരു മെറ്റീരിയൽ അവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇനി സ്ലീവ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 3 മീറ്റർ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. സ്ലീവ് ഫുൾ ലെങ്ത് ആണ് കൊടുക്കുന്നത്. ഒരു 19 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 19-ന് 19.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ നമ്മളൊരു തയ്യൽ തുമ്പ് എക്സ്ട്രാ വരച്ചൊന്ന് കറക്റ്റ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആം ഹോള് ഇതല്ലേ എത്ര വരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ആം ഹോളിനനുസരിച്ചിട്ട് ഈ ലൈനും വരച്ച് കൊടുത്ത് താഴത്തോട്ട് ഒരു 3.5 ഇഞ്ച് താഴത്തോട്ട് ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ കൂടിയിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴത്ത് നമ്മുടെ വണ്ണം വരുന്നത് എത്രയാണ്, സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത് നമ്മുടെ സ്ലീവ് റൗണ്ട് എത്ര വരുന്നത് എന്ന് വെച്ചാൽ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റും പിന്നെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് ഈ പോയിൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ലീവ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ വണ്ണം വരുന്നത് എനിക്ക് ഏകദേശം ഒരു 6.5 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പകുതി അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പോയിൻറ്റ്സ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫുൾ സ്ലീവിനുള്ള മെറ്റീരിയലും ക്ലോത്തും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് തുന്നൽ തുമ്പും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കൊരു നോട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് അടിക്കുന്ന ടൈമിൽ നമുക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീനെക്കാണ് കൊടുക്കുന്നത്. ഒരു 6.5 ഇഞ്ച് ലെങ്ത്തിൽ 3 ഇഞ്ച് വിട്ടും കൊടുത്തിട്ട് നമ്മളൊരു വീനെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്ക് നെക്കും അതുപോലെ ഒരു 3 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 3 ഇഞ്ച് വിട്ട് എടുത്തിട്ട് നമ്മൾ അതും ക്യാൻവാസിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസിൽ കട്ട് ചെയ്ത് നെക്ക് അടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇതുപോലെ കോട്ടൺ കുർത്തിയിലൊക്കെ നെക്ക് അടിച്ചു കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വി ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കണം. ഇതുപോലെ വരച്ചു ഡയറക്റ്റ് ഇങ്ങനെ സ്ലോപ്പ് പോലെ വി വരച്ചിട്ടല്ല നമ്മൾ വെട്ടിയില്ല, ഒന്നൊരു കർവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ബാക്ക് ആൻഡ് ഫ്രണ്ട് നെക്ക് വരുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് നെക്കൊന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് നമ്മൾ ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് ഒരു മെറ്റീരിയൽ ഒന്നിങ്ങനെ ജസ്റ്റ് തേച്ച് നന്നായി ഇതാക്കിയതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ നെക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ മുന്നുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ബാക്ക് നെക്കും അതുപോലെ നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിൽ പ്രില്ലിടുന്ന സമയത്താണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരിക. നമുക്ക് എത്ര മെറ്റീരിയലാണ് നമുക്ക് ആ ടൈമിൽ നമുക്കതിങ്ങനെ ഒരു കർവ് ഷേപ്പിലല്ലേ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് എത്ര അളവെടുക്കാൻ ചില കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഈസി മെത്തേഡ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കണക്ക് വ്യത്യാസം പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 45 ഇഞ്ച് നമുക്ക് ഫുൾ ലെങ്ത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 9 ഇഞ്ച് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഭാഗം പോയിട്ടുണ്ട്, യോക്ക് പോർഷൻ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 36 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ 36 കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ടുള്ള ഒരു ലെങ്ത്തിൽ എടുത്തൊരു തുണിയാണ്. അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് നമ്മുടെ ഈ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ പ്രില്ലിട്ട് കൊടുത്തതല്ലേ, അപ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് റഫായി കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ തുണി ഇങ്ങനെ വലുതും ചെറുതായിട്ടൊക്കെ അങ്ങനെ ഒരു ഫിനിഷിങ്ങിൽ വൃത്തിയില്ലാണ്ട് നിൽക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെറുതായിട്ടൊക്കെ അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും, അതൊന്നും കൂടി കറക്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള തുണി കൂടുതൽ നമ്മളിവിടെ വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ പ്രില്ലിട്ട് ഉള്ളത്. അപ്പോൾ 45 ഇഞ്ച് ലെങ്ത്തിൽ 9 ഇഞ്ചാണ് നമ്മുടെ മേലോട്ട് കയറി നിൽക്കുന്ന പോർഷൻ ഉള്ള വരുന്നത്, 9 ഇഞ്ചാണ് വരുന്നത്.
അപ്പോൾ 45-ന്ന് 9 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 36 വരിക. 36 കൂടെ ഒരു 3 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം 3-4 ഇഞ്ച് കൂട്ടിയിട്ട് വെച്ചാൽ അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ അളവുകളൊന്നും നിങ്ങൾക്ക് ആലിയ കട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ സ്ലോപ്പൊക്കെ ഇങ്ങനെ കറക്റ്റായി കിട്ടാൻ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊക്കെ എടുക്കണ്ട. അപ്പം അതിനുള്ളൊരു എളുപ്പവഴിയാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് മാത്രം ട്രൈ ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ മേൽഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മുന്നേ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുള്ളത് കൊണ്ട് നമുക്ക് പിന്നീട് പ്രില്ലിടാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡ് ഭാഗമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടുമ്പോൾ ഒരു കയറി ഇറങ്ങിയ പോലെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കും. ഓവറായിട്ട് ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു ഇതുണ്ടാവും. അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ പോലെ അതിനനുസരിച്ച് കൂട്ടി നമ്മൾ തുണി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. ഇനി നമ്മൾ ഇതുപോലെ യോക്ക് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ പ്രില്ലിട്ട് പോവുക കേട്ടോ. അപ്പോൾ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിത് പ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അത് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു പീസൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇത് പ്രില്ലിട്ട് കൊടുക്കുക. ഏറ്റവും എളുപ്പമുള്ളൊരു രീതിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് ബിഗിനേഴ്സ് മാത്രം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കിതിലൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ യോക്ക് പാഷ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ ഫ്രിൽസ് ഇങ്ങനെ ഇട്ട് പോയാൽ മതി. ഒരു സൈഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, പിറ്റേ സൈഡ് നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 മീറ്റർ മെറ്റീരിയൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഒരു 45-46 ഇഞ്ച് ലെങ്ത്തിലൊക്കെ നമുക്ക് കിട്ടും. ഒരു മീഡിയം ടു ലാർജ് സൈസൊക്കെ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഫുൾ സ്ലീവ് ആയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. യോക്ക് പോർഷനും നമ്മുടെ ഫ്രിൽസ് ഇട്ടതും കൂടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഫൈനൽ ഇതിൻ്റെ എൻഡിൽ നമ്മളത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ നോക്കിയിട്ട് പറയുക എങ്ങനെയുണ്ട്, ഭംഗിയുണ്ട്, ഈ എളുപ്പമുള്ള മെത്തേഡിൽ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തതിന് ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് അയൺ ചെയ്തിട്ടൊന്ന് നീറ്റായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ക്യാൻവാസ് നെക്ക് ചെയ്തതൊക്കെ നമുക്കിതിൽ അറ്റാച്ച് ചെയ്തത് നെക്കൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ മുന്നേ ഞാനുള്ള വീഡിയോസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇനി കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ആ ഒരു ആലിയ കട്ടിൻ്റെ ഇത് ചെയ്യുന്ന പോർഷനിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ. അത് എളുപ്പവഴിയിൽ എങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നോർമലി നമ്മൾ പോയി ചെയ്യുന്ന പോലെ വണ്ണൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ നെക്കൊക്കെ പിടിപ്പിച്ച് വണ്ണൊക്കെ മാർക്ക് ചെയ്ത് പിന്നെ ബാക്ക് പോർഷൻ നമ്മൾ സാധാ ടൈപ്പിൽ തന്നെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽഡ് എന്തായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മുന്നുള്ള വീഡിയോസ് കണ്ടാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ വണ്ണൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക് പോർഷനും സെയിം രീതിയിൽ തന്നെ നെക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഷോൾഡറും കാര്യങ്ങളും ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള വീഡിയോസിലുണ്ട്. അപ്പോൾ അതിൽ കയറി കണ്ടാൽ പിന്നെയും കാണിച്ച് നമുക്കിത് വീഡിയോ ലെങ്ത് ആക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇത് ഞാൻ 200 രൂപയ്ക്ക് എനിക്ക് പരാഗുന്ന ഓഫറിന് ഇട്ട് മെറ്റീരിയൽ 3 മീറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തയ്ച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയൊരു രീതിയാണ്. പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഓവറായിട്ട് നമുക്ക് ആവശ്യമില്ല. തയ്ച്ചു വന്ന് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടിയിൽ ഒരു കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ.